عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم، والصلاة والسلام على أشرف الأنبياء، ولا عدوان إلا على الظالمين. اللهم رب اشرح لي صدري ويسر لي أمري. اللهم رب اشرح لي صدري ويسر لي أمري. اللهم رب اشرح لي صدري ويسر لي أمري، واحلل عقدة من لساني يفقه قولي. فقد قال تعالى في محكم التنزيل: أنا سببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا. عن أبي هريرة رضي الله تعالى عنه أنه قال: قال النبي صلى الله عليه وسلم كما قال النبي صلى الله عليه وسلم: المطر نعم من نعم الله، أو كما قال عليه السلام. اللهم صل وسلم وبارك وتحنن على حبيبك سيدنا محمد صلى الله عليه وسلم، الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق، الهادي إلى صراطك المستقيم، صلى الله عليه وعلى آله وأصحابه حق قدره العظيم ومقداره العظيم، وعلى آله وصحبه وسلم وبارك أجمعين. പരിശുദ്ധനും ഉന്നതനുമായ അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലിൽ നമ്മിൽ നിന്ന് അവൻ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് തആല നമ്മുടെ മുഴുവൻ ഇബാദത്തുകളും ആരാധനകളും അവൻ്റെ ഫള് കൊണ്ടും ഔദാര്യം കൊണ്ടും സമ്പൂർണമായും റബ്ബ് തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അല്ലാഹുവിൻ്റെ കരുണ കൊണ്ട് അവൻ നമുക്ക് നസീബാക്കി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല നമ്മിൽ നിന്ന് മൺമറഞ്ഞ് ഖബറിന്റെ ജീവിതം നയിക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അല്ലാഹു അവർക്കൊക്കെയും മഗ്ഫിറത്തും റഹ്മത്തും നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രതീക്ഷയായ പരിശുദ്ധ ജന്നാത്തിൽ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജിവാറിൽ ഒരുമിച്ച് കൂടാനും സന്തോഷിക്കാനുമുള്ള സൗഭാഗ്യം അല്ലാഹു അവൻ്റെ കരുണ കൊണ്ട് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അനുഗ്രഹീതമായ ആനന്ദദായകമായ ജീവിതങ്ങൾ അല്ലാഹു മനുഷ്യന് നൽകിയിരിക്കുകയാണ്. എല്ലാ സന്ദർഭങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും മാറ്റുന്നവനും എല്ലാ സന്തോഷങ്ങളെയും നൽകുന്നവനും അവനാണ്. എല്ലാ ഖൈറുകളുടെയും ദാതാവ് അല്ലാഹുവാണ്. എല്ലാ നന്മകളുടെയും അടിസ്ഥാനങ്ങളുടെയും അതിൻ്റെ പരിശുദ്ധതയെ ജനങ്ങൾക്ക് സമ്മാനിക്കുന്നവനും പ്രതിസന്ധികളിൽ തളർന്നു പോകും എന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമ്മളെ ഉയർത്തുന്നവനും അവനാണ്. എല്ലാവിധ പ്രതീക്ഷകളുടെയും എല്ലാവിധ അസ്തമാനത്തിന്റെ അവസാന വാക്കുകളിൽ നിന്ന് നമ്മെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ളവൻ, പ്രയാസങ്ങളിൽ നിന്ന് സന്തോഷം മനുഷ്യന് നൽകാൻ കഴിവുള്ളവൻ, അതേ സന്തോഷത്തിൽ അമിതമായി ആഹ്ലാദിക്കരുത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ കഴിവുള്ളവൻ, എല്ലാം അല്ലാഹു തആലയിലും അവന്റെ വജ്ഹിലും അവന്റെ ദാത്തിലും അവന്റെ അസ്തിത്വത്തിലും പരിപൂർണമായും ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനുമായി ബന്ധപ്പെട്ടവനാണ്. വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും സുന്ദരമായ ചില വാക്യങ്ങളാണ് നാം പ്രാരംഭത്തിൽ ഓതി വെച്ചത്.
ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا فأنبتنا فيها حبا ഭൂമി ലോകത്തേക്ക് നിങ്ങൾക്ക് നൽകപ്പെടുന്ന മഴയെക്കുറിച്ച്, നിങ്ങൾക്ക് സുന്ദരമായി നൽകപ്പെടുന്ന അനുഗ്രഹമായ മഴയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ മുഅ്മിനീങ്ങളെ? അന്നാ സബബുനൽ മാഅ സബ്ബാ, ഭൂമിയിലേക്ക് അതിനെ നിർണയിക്കുന്നവൻ, അതിനെ തീരുമാനിക്കുന്നവൻ, ഭൂമിയുടെ അകത്തളങ്ങളിലേക്ക് അതിനെ നൽകി നിങ്ങൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണ വിഭവങ്ങളെ തയ്യാർ ചെയ്യുന്നവൻ. അന്നാ സബബുനൽ മാഅ സബ്ബാ സുമ്മ ശഖഖ്നൽ അർള ശഖ്ഖാ, ഭൂമിയെ രണ്ടായി പിളർപ്പാക്കി കീറുകയും ആ ഭൂമിയുടെ ഉള്ളിലേക്ക് ഭൂഗർഭ അറകളിലേക്ക് ജലത്തെ നിക്ഷേപിക്കുകയും ചെയ്തവൻ സമുന്നതനാണ്, പരിശുദ്ധനാണ്. അന്നാ സബബുനൽ മാഅ സബ്ബാ സുമ്മ ശഖഖ്നൽ അർള ശഖ്ഖാ ഫഅംബത്നാ ഫീഹാ ഹബ്ബാ, ധാന്യങ്ങളെ നിക്ഷേപിച്ചു മടങ്ങിപ്പോകുന്ന കർഷക സമൂഹം അതിനെ മുളപൊട്ടിച്ച് ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നവൻ എത്ര പരിശുദ്ധനാണ്. അതൊരു മഴ പോലെ, കുളിർമയുടെ മഴ പോലെ, ആന്തോളനം പോലെ ജനങ്ങളെ പിന്നെയും ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അന്നാ സബബുനൽ മാഅ സബ്ബാ സുമ്മ ശഖഖ്നൽ അർള ശഖ്ഖാ ഫഅംബത്നാ ഫീഹാ ഹബ്ബാ വഇനബൻ വഖളുബാ, ഏറ്റവും നല്ല സ്വാദിഷ്ടപൂർണമായ ധാന്യങ്ങളെ നിങ്ങൾക്ക് നൽകിയവൻ പരിശുദ്ധനാൻ. പിന്നെയും അല്ലാഹു തആല പറയുകയാണ്, അന്നാ സബബുനൽ മാഅ സബ്ബാ സുമ്മ ശഖഖ്നൽ അർള ശഖ്ഖാ ഫഅംബത്നാ ഫീഹാ ഹബ്ബാ വഇനബൻ വഖളുബാ, നിങ്ങളുടെ കണ്ണിന് നയന മനോഹരമായി, നിങ്ങൾക്ക് സ്വാദിഷ്ടമായ ഫലഭൂഷ്ഠതയുള്ള ഭക്ഷണ വിഭവങ്ങളായി ആ ഭൂമിയിൽ നിന്ന് ഈ വെള്ളത്തെ കൊണ്ടുപോവുകയും ആ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമാകുന്ന ഭക്ഷണ വിഭവങ്ങളെ നൽകുകയും ചെയ്തവൻ ഏറ്റവും പരിശുദ്ധനാണ്, ഉന്നതനാണ്. അവനാണ് സ്തുതികള്, അവനാണ് വേണ്ടിയാണ് നിങ്ങളുടെ നമസ്കാരവും നിങ്ങളുടെ നോമ്പും നിങ്ങളുടെ സകാത്തും. ജീവിതത്തിൽ മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന സകല അമലുകളും പരിശുദ്ധനായ ആ അല്ലാഹുവിന് വേണ്ടിയാണ്. എണ്ണമറ്റ അനുഗ്രഹങ്ങളെ, മഴയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു, ആ ഭൂമിയെ കീറി ആ വെള്ളത്തെ പരിപൂർണമായും ശേഷിപ്പിക്കുന്ന രൂപത്തിൽ അതിനെ സേവ് ചെയ്യപ്പെട്ടു. ആ സേവ് ചെയ്യപ്പെട്ടതിൽ നിന്ന് ധാന്യങ്ങളെ മുളപ്പിച്ചു, നിങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങളെ അതിലൂടെ നൽകിയവൻ എത്ര പരിശുദ്ധനാണ്. അതൊന്നിച്ചാണ് ആയത്തുകൾ പറയുന്നത്. കാണുന്ന നല്ല നയനമനോഹരമായ മുന്തിരിത്തോട്ടങ്ങളെ, കാർഷിക വിഭവങ്ങളെ എത്ര പരിശുദ്ധമായി അല്ലാഹു തആല നൽകുന്നു. ഭൂമിയിലേക്ക് മഴ പെയ്യുന്നു, ആ ഊഷരത ലഭിക്കാതെ വറ്റി വരണ്ട് ചൂടുകൊണ്ട് പ്രയാസപ്പെട്ട ആ ഭൂമികയിലേക്ക് മഴ പെയ്യുകയും അത് ഭൂമിയുടെ ഉൾത്തടങ്ങളിലേക്ക് പോയി അത് വൃക്ഷലതാദികളെ മുളപ്പിക്കുകയും ആ വിത്തുകളെ മുളപ്പൊട്ടി കൊണ്ടുവരികയും ആ വിളയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമാകുന്ന കഴിക്കാൻ ഉതകുന്ന രൂപത്തിൽ ഈ പ്രകാശ സംശ്ലേഷണ സംവിധാനങ്ങളെ സംവിധാനിക്കുകയും ആകാശത്ത് നിന്ന് സൂര്യന്റെ ചൂടുകൊണ്ട് ഇവിടെ ഏറ്റവും നല്ല രൂപത്തിൽ അതിന്റെ പാചകം നടക്കുകയും അതിൽ നിന്ന് ചെടികളും വൃക്ഷങ്ങളും മുന്നോട്ട് ഗമിക്കുകയും ചെയ്യുന്നതിന്റെ മുഴുവൻ ക്രെഡിറ്റുകളും ഈ മഴയുമായും അത് നിർണയിച്ച തമ്പുരാനുമായി ഏറ്റവും അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. ചിന്തിക്കുന്നവർക്ക് വേറെ ദൃഷ്ടാന്തം ഖുർആൻ നൽകുന്നു. അല്ലാഹു തആല മറ്റൊരു സ്ഥലത്തും അതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه حجاجا فلولا تشكرون أفرأيتم ما تحرثون أأنتم تزرعونه أم نحن الزارعون لو نشاء جعلناه حجاجا فلولا تشكرون ഈ ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളത്തിൽ നിന്ന് കൃഷിയെ
മുകളിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളാണോ അതല്ല നാം ആണോ? അതൊരു ചോദ്യമാണ്. മനുഷ്യരെ, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളുടെ വിശപ്പടങ്ങുന്ന രൂപത്തിൽ ധാന്യങ്ങളെ സംവിധാനിക്കുന്നവൻ, നിങ്ങൾക്കതിന്റെ ഭക്ഷണത്തിന് പറ്റുന്ന രൂപത്തിൽ, നിങ്ങൾക്ക് വിശപ്പ് അടങ്ങുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങളെ നൽകുന്നവൻ ഏറ്റവും അനുഗ്രഹീതനാണ്. അള്ളാഹുവാണ് ഇതിനെ പിന്നെയും കൊണ്ടുവരുന്നത്. അള്ളാഹു തആല ചോദിക്കുകയാണ്, ഈ മഴയെ പെയ്യിപ്പിക്കുകയും അതിൽ നിന്ന് കൃഷിയെ കൊണ്ടുവരുന്നത് നിങ്ങളാണോ അതല്ല നാം ആണോ? പിന്നെയും ചോദിക്കുന്നുണ്ട്. അതുപോലെ കുറെ ചോദ്യങ്ങളുടെ ആകെ തുകയാണ് സൂറത്തുൽ വാഖിഅയുടെ ഏറ്റവും അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ ഉണർത്താൻ വേണ്ടിയാണ്. എത്ര വലിയ അനുഗ്രഹമാണ് മനുഷ്യർക്ക് ഈ ശക്തമായ ചൂടിൽ നിന്ന് അല്ലാഹു തആല എത്ര വേഗമാണ് മഴ നൽകുകയും ആ കുളിരടിയിപ്പിക്കുന്ന, മനുഷ്യന്റെ മനസ്സുകളെ തണുപ്പിക്കുന്ന, ശാന്തത പകരുന്ന മഴയെ നൽകുകയും അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ചൂടിൽ നിന്ന് അവന് സമാധാനം നൽകുകയും സമാശ്വാസം നൽകുകയും അവന്റെ ചൂടിനെ റബ്ബ് എത്ര വേഗമാണ് അകറ്റിയത്. അൽഹംദുലില്ലാഹി അൽഫ മറ. ആഗ്രഹിക്കുന്ന, ഏറ്റവും താല്പര്യപ്പെടുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നിരന്തരം ആ റബ്ബിനോട് സ്തുതിയുള്ളവനായി, അവനെ കീഴൊതുങ്ങുന്നവനായി, അവന് ധാരാളമായി ഇബാദത്തുകളെ വർദ്ധിപ്പിക്കുന്നവനായി, ആ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരായി പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മാറേണ്ടത് നാം ഓരോരുത്തരുമാണ്. നിരന്തരമായി അല്ലാഹു തആല ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്ര സ്ഥലങ്ങളിലാണ് അല്ലാഹു തആലയുടെ അനുഗ്രഹങ്ങൾ. ഈ മഴയെ കൊണ്ട് ശിക്ഷിക്കപ്പെട്ട സമൂഹമുണ്ട്, ഇതേ കാറ്റിനെ കൊണ്ട് ശിക്ഷിക്കപ്പെട്ട സമൂഹമുണ്ട്, ഇതേ പ്രകമ്പനങ്ങളെ കൊണ്ട് ലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെട്ട സമൂഹമുണ്ട്. പറയുന്നുണ്ട്, അഹങ്കാരിയും സ്വേച്ഛാധിപതിയും തന്നിഷ്ടക്കാരനുമായ ഫിർഔനിനെയും അവന്റെ അഹന്തതയും തീർത്ത പടച്ചവനത്ര പരിശുദ്ധനാൻ. ഞങ്ങളെന്നും രാജ്യങ്ങളുടെ അധിപരായിരിക്കുമെന്നും ഞങ്ങൾക്കെന്നും അനുഗ്രഹീതമായ ജീവിതമുണ്ടാകുമെന്ന് താല്പര്യപ്പെട്ടവർ അവരുടെ അഹങ്കാരത്തെ ക്ഷമിപ്പിക്കുന്ന രൂപത്തിൽ അല്ലാഹു തആല ശക്തമായ കാറ്റിനെ അയക്കുകയും ആ കാറ്റ് നിമിത്തം ആ ജനതയെ ഭൂമി ലോകത്ത് നിന്ന് ഇല്ലാതാക്കിയവൻ, നിഷ്കാസനം ചെയ്തവൻ എത്ര പരിശുദ്ധനാണ്. അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്, മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഇതേ മഴയിൽ നശിച്ച വലിയ ഒരു സമൂഹമുണ്ടായിരുന്നു. സയ്യിദുനാ സാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം അശ്വരൂഢന്മാരായിരുന്നു, ശക്തരായിരുന്നു. പാറകൾ തുറന്ന് സ്വന്തമായി വീടുകൾ ഉണ്ടാക്കുകയും ആ വീടുകളിൽ ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് വാദിക്കുകയും ചെയ്തവർ. സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകളുടെ ജനതയ്ക്കിറങ്ങിയ ശിക്ഷ ശക്തമായ പ്രളയമായിരുന്നു എങ്കിൽ ആ പ്രളയത്തിൽ പെടാതിരിക്കാൻ വേണ്ടി വലിയ മലകളെ തരുന്ന, സ്വന്തമായി ഭവനങ്ങൾ ഉണ്ടാക്കാൻ മെഴുകുപോലെ അല്ലാഹു തആല പാറകളെ അവർക്ക് അധീനതപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു. ഡാർവിന്റെ പ്രാർത്ഥന എന്നറിയപ്പെടുന്ന വിശുദ്ധമായ ഒരു പുസ്തകമുണ്ട്. ഡാർവിൻ കൊണ്ടുവന്ന ചില സിദ്ധാന്തങ്ങളെ പരിപൂർണമായും ഇസ്ലാം നിരാകരിക്കുന്നു. മനുഷ്യന്റെ മനുഷ്യോൽപത്തിയുടെ തുടക്കത്തെ അത് പൂർണ്ണമായും സാറ്റലൈസ് ചെയ്യപ്പെടുകയും അങ്ങനെ തന്നെ അവർ വാദിക്കുകയും ചെയ്തതിന് ഇസ്ലാം പരിപൂർണമായും ഇല്ല എന്ന് പറയുന്നു. പക്ഷെ അതിൽ അയാൾ പോയിന്റ് ആയിട്ട് എഴുതുന്നുണ്ട്, ഇങ്ങനെ ഒരു ജനത, ശക്തരായ ഒരു ജനത ഈ ഭൂമി ലോകത്തുണ്ടായിരുന്നു എന്ന് അയാൾ സമർത്ഥിക്കുന്നുണ്ട്. ഖുർആൻ അത് പറയുന്നുണ്ട്, നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഒരു ജനത അല്ലാഹു തആല ഇവിടെ നൽകിയിരുന്നു. ആ ജനതയ്ക്ക് നൽകിയിരുന്നത് വലിയ അനുഗ്രഹമായിരുന്നു. അവര് പാറകൾ തുറന്ന് വീടുകൾ ഉണ്ടാക്കി, വെള്ളം വന്നാൽ ഞങ്ങളിലേക്ക് കയറില്ല, അല്ലെങ്കിൽ ഭൂമിയുടെ മറ്റ് പ്രതിസന്ധികൾ ഉണ്ടായാൽ കയറില്ല. ഒരൊറ്റ ശബ്ദത്തോടുകൂടി അല്ലാഹു തആല അവരെ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാക്കി. സയ്യിദുനാ സാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം മടങ്ങി വരുന്ന ഒരു വരവിനെ കുറിച്ച് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നുണ്ട്. സയ്യിദുനാ സാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം മടങ്ങി വരുമ്പോൾ വെട്ടിയിട്ട ഈന്തപ്പന തടികളെ പോലെ ഭൂമിയിൽ ഒന്നുമല്ലാതെ
പരിപൂർണമായും ഭൂമിയുടെ ഒന്നുമല്ലാതെ വീണ് കിടക്കുന്ന ആ ഈന്തപ്പന തടികളെ പോലെ അതിശക്തരായ മനുഷ്യർ, എന്തിനും പോന്ന മനുഷ്യർ. പക്ഷെ അവരെല്ലാം ഹൃദയം പൊട്ടി മരിച്ചും മയ്യത്തുകളായി